നമസ്കാരം. പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ RS ബാബു ആണ് കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ. തുടർച്ചയായ 10 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ചെയർമാൻ പദവി ഒഴിയുകയാണ്. ദീർഘവീക്ഷണം കൊണ്ടും അതുല്യമായ സംഘാടക ശേഷി കൊണ്ടും അക്കാദമിയെ ഒരു പതിറ്റാണ്ട് മുന്നോട്ട് നയിച്ച അദ്ദേഹം ചെയർമാൻ എന്ന നിലയിൽ പിന്നിട്ട പ്രവർത്തന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാനായി കഴിഞ്ഞ 10 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനമുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം ഇന്ത്യയിലെ തന്നെ ഈ രംഗത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. 1979 സ്ഥാപിതമാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ്. ഇതിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് ആദ്യം അച്ചടി മാധ്യമങ്ങളും ശ്രവ്യ മാധ്യമങ്ങളും മാത്രമായിരുന്നു. പിന്നീട് മാധ്യമരംഗത്ത് ടെലിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സജീവമായതോടെയാണ് 2014 ഇതിൻ്റെ പേര് തന്നെ പുനർനാമകരണം ചെയ്യുന്നത്, കേരള മീഡിയ അക്കാദമി എന്നുള്ളത്. അതിനു മുമ്പ് കേരള പ്രസ് അക്കാദമി ആയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണൽ സ്കില്ല് വർദ്ധിപ്പിക്കുക, മാധ്യമ സമൂഹത്തിൻ്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുക, ഇതാണ് മുഖ്യമായിട്ടും ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉദ്ദേശിക്കുന്ന കാര്യത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇത് വ്യക്തിപരമായ ഒരു സംഭാവനയല്ല. മീഡിയ അക്കാദമിയുടെ ഭരണസമിതിയും മാധ്യമ സമൂഹവും ഒപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1ഉം 2ഉം പിണറായി വിജയൻ സർക്കാരുകൾ ഈ സംരംഭങ്ങൾക്കെല്ലാം വലിയ പിന്തുണയും സഹായവുമാണ് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ വ്യക്തിപരമായി തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ സഹായങ്ങൾ, സഹകരണങ്ങൾ, കരുതലുകൾ എല്ലാം നൽകിയിരുന്നു. ഇപ്പോൾ ഈ സ്ഥാപനം വളർച്ചയുടെ പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്ന ഒരു ഘട്ടമാണ്. കൊച്ചി മെട്രോ റെയിലിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പുതിയ പാത പോകുന്നത് മീഡിയ അക്കാദമിയുടെ കോമ്പൗണ്ടിലൂടെയാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്നേക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മീഡിയ അക്കാദമിക്ക് ഒരു പുതിയ 5 നില കെട്ടിടം വരാൻ പോവുകയാണ്. 31,56,00,000 രൂപയുടെ ഈ പ്രോജക്റ്റിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുതുതായി അധികാരമേൽക്കുന്ന ഭരണസമിതി ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. പുതിയ സർക്കാരുമായി സഹകരിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. മാധ്യമ പഠനത്തിനുള്ള ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനമാണ് കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ പുതിയ ദിശയിലേക്ക് വളർത്താൻ പുതിയ പശ്ചാത്തല സൗകര്യം ഉപകരിക്കും. ഇതിനകം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി അക്കാഡമിക് തല സഹകരണത്തിന് മീഡിയ അക്കാദമി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മീഡിയ അക്കാദമിയിലെ PG ഡിപ്ലോമ കോഴ്സിന് 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓണേഴ്സ് ഡിഗ്രി കിട്ടുക, 2 വർഷത്തെ പഠനത്തിലൂടെ PG കിട്ടുക തുടങ്ങിയിട്ടുള്ള ആകർഷകമായ ഇന്നത്തെ കാലത്തിന് അനുഗുണമായിട്ടുള്ള പല പ്രോജക്റ്റുകളും തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. ഈ വേളയിലാണ് 2 കാക്കനാടുള്ള ഞങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിന് പുറമെ തിരുവനന്തപുരത്ത് കൂടി ഒരു സബ് സെൻറ്റർ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയിൽ കൂടി മറ്റൊരു സബ് സെൻറ്റർ കൂടി ആരംഭിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ സാരഥികൾ ഇതിന് ആവശ്യമായിട്ടുള്ള നിലയിലൂടെ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. നിരവധി പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും ഇതിനിടയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി AI അധിഷ്ഠിതമായിട്ടുള്ള
കോഴ്സുകൾ കൂടി തുടങ്ങേണ്ടതുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചില നടപടികളും ഇതിനകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ അവർ സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകുന്നവരാണ്. പക്ഷെ അവർ മൺമറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വേണ്ട വിധം അടയാളപ്പെടുത്തുന്നില്ല എന്ന ഒരു വലിയ ന്യൂനതയുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രശസ്തരായ കേരളീയരായ മാധ്യമപ്രവർത്തകരെ പറ്റി ഡോക്യുഫിഷൻ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതുപ്രകാരം 7 പേരുടെ ഡോക്യുഫിഷനുകൾ ഇതിനകം പ്രസിദ്ധരായ ചലച്ചിത്രകാരന്മാരെ കൊണ്ടാണ് ഇതെല്ലാം തയ്യാറാക്കിച്ചിട്ടുള്ളത്. ഒരു 3 പേരുടെ ഡോക്യുഫിഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതിനും പുറമെ മാധ്യമപ്രവർത്തകർ അവർ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു 500 മാധ്യമപ്രവർത്തകരിൽ നിന്നും അവരുടെ മൈ സ്റ്റോറി ചിത്രീകരിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ബൃഹത് പ്രവർത്തനമാണ്. ആ പദ്ധതിയുടെ ആദ്യ ഘട്ടമായി 100 പേരുടെ ജേർണലിസത്തിന് എന്ത് സംഭാവന ചെയ്തു, അവരെന്താണ് മാധ്യമരംഗത്ത് നൽകിയിട്ടുള്ള അവരുടേതായ ഇടപെടലുകൾ, ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയിലൂടെ എങ്ങനെ സമൂഹത്തിന് ചലനമുണ്ടാക്കി, ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 100ഓളം മാധ്യമപ്രവർത്തകരുടെ മാധ്യമ ജീവിതത്തിൻ്റെ ഉള്ളടക്കമുള്ള മൈ സ്റ്റോറി ഇതിനകം തയ്യാറാക്കി അത് വെബ്സൈറ്റിലും യൂട്യൂബിലും വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ നമുക്കെല്ലാം അറിയാം, ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ട്. അതിനെ തന്നെ പിൻപറ്റിക്കൊണ്ടാണ് കേരള മീഡിയ അക്കാദമി ഒരു രാജ്യാന്തര പ്രസ് ഫോട്ടോ ഫെസ്റ്റിവൽ വർഷം തോറും നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ലോകപ്രശസ്തനായ നിക്കൂട്ട് വന്ന് അവാർഡ് ഏറ്റുവാങ്ങുകയും അദ്ദേഹം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരു ഫോട്ടോ യാത്ര നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സമയത്തും അന്തരിച്ച രഘുറോയും അദ്ദേഹം ഇൻ്റർനാഷണൽ പ്രസ് ഫോട്ടോ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു 1-ലധികം തവണ. ഇത്തരം ആൾക്കാരെയെല്ലാം മാധ്യമ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഇവരുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ ഉള്ള ഒരവസരമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഇൻ്റർനാഷണൽ ഫോട്ടോ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് നിക്കൂട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ, വിദേശത്തുള്ള മാധ്യമ രംഗത്തുള്ള പ്രശസ്തരായിട്ടുള്ള ഫോട്ടോ ജേർണലിസ്റ്റുകൾ, ഇവരുടെ ക്ലാസ്സുകൾ കൊടുക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്തി വരികയും കേരളം കാണാത്ത പ്രശസ്തരായ മാധ്യമപ്രവർത്തകരെ കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള മാധ്യമപ്രവർത്തകരെ കൊണ്ടുവരാനും അവരുമായി സംവാദം നടത്താനുമുള്ള വേദിയാക്കി ഇൻ്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവലിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭൂപടമല്ല. കേരളീയർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം കേരളത്തിൻ്റെ ഒരു ഭൂപടമുണ്ട്. എന്ന് മാത്രമല്ല, കേരളീയർ കൂട്ടായിട്ട് താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം മാധ്യമപ്രവർത്തകരുമുണ്ട്. മലയാള പത്രമുണ്ട്, അല്ലെങ്കിൽ മലയാളികൾ നടത്തുന്ന മറ്റ് പത്രങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുണ്ട്. ഈ മാധ്യമപ്രവർത്തകരെ, കേരളീയരായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമപ്രവർത്തകരെ ഒന്നിപ്പിക്കുന്ന ഒരു ലോക കേരള മാധ്യമ സഭ 4 തവണയായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റായിട്ട് പ്രവാസി മാധ്യമപ്രവർത്തകരുടെ ഒരു ഡയറക്ടറിയും പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുതലമുറയിൽ മാധ്യമ സാക്ഷരത വളർത്തുക എന്ന് പറയുന്നത് മീഡിയ അക്കാദമി ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതിനെയും യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
മീഡിയ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ഇടപെടാൻ അക്കാഡമിക്ക് കഴിഞ്ഞു. മാത്രമല്ല ഈ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള ക്വിസ് പ്രസ് സംഘടിപ്പിക്കാനും വളരെ വിപുലമായിട്ടുള്ളൊരു പങ്കാളിത്തം, ഒരു വലിയ വിജ്ഞാനോത്സവം യഥാർത്ഥത്തിൽ നടത്താനായിട്ട് അക്കാഡമിക്ക് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. കോളേജുകൾക്ക് വേണ്ടിയിട്ടുള്ള, കോളേജ് മാഗസീനുകൾക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഗുണനിലവാരം ഉയർത്താൻ, അതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാൻ, അതിന് വേണ്ടിയിട്ട് കോളേജ് മാഗസീനുകൾക്ക് വേണ്ടിയിട്ട് അവാർഡ് നൽകുന്ന പദ്ധതിയും ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റേഡിയോ കേരള എന്ന ഒരു ഇൻ്റർനെറ്റ് റേഡിയോ കഴിഞ്ഞ 7.5 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ധരിപ്പിക്കുകയാണ്. ഈ റേഡിയോ കേരളയുടെ പരിപാടിക്ക് കഴിഞ്ഞ തവണത്തെ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പുരസ്കാരവും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇത്തരം കാര്യങ്ങൾ പരിശീലിക്കുന്നതിന് ഉള്ള ഒരു കളരി കൂടിയായിട്ട് ഈ റേഡിയോ കേരള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന മാധ്യമജാലകം ഇപ്പോൾ 394 എപ്പിസോഡാണ്. ഈ പ്രോഗ്രാം കോവിഡ് കാലത്ത് പോലും ഈ മാധ്യമജാലകം മുടങ്ങിയിട്ടില്ല. വിദ്യാർത്ഥികൾ, അവരെ നയിക്കുന്ന അധ്യാപകർ, അവരുടെ ഒരു കൂട്ടായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവർ മുഖ്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നത്. അവരുടെ ഉൽപ്പന്നമാണ് മാധ്യമജാലകം. ഈ മാധ്യമജാലകം ലോകത്തിലെ മാധ്യമ പ്രവർത്തനത്തിന് നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടിയാണ്. പുതിയ പുതിയ മാധ്യമ ചലനങ്ങളുണ്ടോ, പുതിയ പ്രതിഭാസങ്ങൾ വരുന്നുണ്ടോ, ഇതെല്ലാം പ്രതിവാരം ആ കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാമാണ്. ഈ ഒരു കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞങ്ങൾ കരുതുന്നത് മാധ്യമരംഗം നേരിടുന്ന, ഈ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോട് പ്രതികരിക്കാനായിട്ട് മാധ്യമങ്ങളെ ആ കാര്യങ്ങളിലേക്ക് ജാഗ്രതപ്പെടുത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാധ്യമരംഗത്ത് വലിയൊരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത് സാമ്രാജ്യത്തിൻ്റെ ഇടപെടലാണ്. അതെങ്ങനെയാണ്? സോഫ്റ്റ്വെയറിലൂടെയാണ്. അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചില്ലയോ, അവരുടെ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് വൻ തുക കൊടുത്തില്ലയോ, നിങ്ങൾക്ക് പത്രം ഇറക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ടെലിവിഷൻ സംപ്രേഷണം നടത്താൻ പറ്റില്ല. അവിടെയാണ് ഫ്രീ സോഫ്റ്റ്വെയറിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയ അക്കാഡമി കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2 ദിവസത്തെ ഉച്ചകോടി നടത്തിയത്. അതിന് ഫലവും ഉണ്ടായി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് മാത്രമല്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട്, മാധ്യമങ്ങളെ കൂടി ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത പരിപാടികൾ ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട്. ഗാസയിൽ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട പ്രദേശമാണ്. ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്രയധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടില്ല. ഈ മാധ്യമ രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആദ്യം നടത്താനായിട്ട് കഴിഞ്ഞത് കേരള മീഡിയ അക്കാഡമിക്കാണ്. അതിൻ്റെ ഫോട്ടോ എക്സിബിഷൻ, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഗമം, ഇതിലൊക്കെ പലസ്തീൻ അംബാസഡർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദേശികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള സമ്മേളനങ്ങൾ, ഇതെല്ലാം നടത്താൻ ഈ കാലയളവിൽ മീഡിയ അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമരംഗത്ത്
പുസ്തകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസാധന രംഗത്തെയും ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിജയകരമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള കുറവുകളും സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഇതിനേക്കാൾ മികച്ച രീതിയിൽ നടത്താൻ കഴിയുമായിരുന്നതാണ്. ആ കുറവുകളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ട് ആരുടെയെങ്കിലും ഒരാളിൻ്റെ നേട്ടമല്ല, അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഭരണസമിതി, മാധ്യമ സമൂഹം, പൊതുജനങ്ങൾ ഇവരുടെയെല്ലാം ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിയുടെ മുന്നിൽ ഒരു വലിയ വികസനത്തിൻ്റെ പുതിയ സാധ്യതകളുടെ ചക്രവാളമാണ് തുറന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിന് മീഡിയ അക്കാഡമിയുടെ ഇത്രയും നാൾ ചെയർമാനായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുകയാണ്. നൽകിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദി പറയുകയാണ്. ഈ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി കഴിഞ്ഞ 2 തവണത്തെ മന്ത്രിസഭകളെ, സർക്കാരുകളെ അതിന് നേതൃത്വം നൽകിയ ശ്രീ പിണറായി വിജയന് അദ്ദേഹത്തോടും ആ സർക്കാരിനോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ലെ മികച്ച വാർത്താ ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയ ചിത്രങ്ങളെക്കുറിച്ച് ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. മനുഷ്യത്വരാഹിത്യം കൊണ്ട് ജീർണമായ ഒരു കാലഘട്ടത്തെ ഒറ്റ ക്ലിക്കിൽ ആവാഹിച്ച അമേരിക്കൻ ഫോട്ടോഗ്രാഫർ കാരോൾ ഗൗസി 2026 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായി. കുടിയേറ്റ നിയമത്തിന്റെ പേരിൽ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന പിതാവിനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് നിലവിളിക്കുന്ന മക്കളുടെ വേദനയാണ് ആ ചിത്രത്തിൽ ദൃശ്യമാകുന്നത്. കുടുംബത്തിലെ ഏക ആശ്രയമായ അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനാഥരായ 3 കുട്ടികളുടെയും അമ്മയുടെയും കണ്ണീരുപ്പ് കലർന്ന ഒരു കാഴ്ച. അത് വെറുമൊരു ചിത്രമല്ല, 2025 കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതത്തിന്റെ ചരിത്ര രേഖപ്പെടുത്തൽ കൂടിയാണ്. കരോൾ ഗൗസി വെറുമൊരു ഫോട്ടോഗ്രാഫർ അല്ല, ജേർണലിസം രംഗത്തെ പരമോന്നത ബഹുമതിയായ പുലിറ്റ്സർ സമ്മാനം 4 തവണ നേടിയ വനിതാ ഫോട്ടോ ജേർണലിസ്റ്റാണ്. കൊളംബിയയിലുണ്ടായ പ്രകൃതി ദുരന്തം ഡോക്യുമെന്റ് ചെയ്തതിന് 1986 ഹെയ്ത്തിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ക്യാമറയിൽ പകർത്തിയതിന് 1995 കൊസോവ യുദ്ധ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ പകർത്തിയതിന് 2000 ഹെയ്ത്തിയിലെ ഭൂകമ്പം ചിത്രീകരിച്ചതിന് 2011 കരോൾ ഗൗസി പുലിറ്റ്സർ സമ്മാനം നേടിയത്. ബത്ലഹേമിൽ ജനിച്ച കരോൾ ഗൗസി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയുന്നത്. മിയാമി ഹെറാൾഡ്, വാഷിംഗ്ടൺ പോസ്റ്റ് എന്നീ പത്രങ്ങൾക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചു വരുന്നു. 70-ാം വയസ്സിലും സാഹസികത കൈവിടാത്ത വാർത്താചിത്രങ്ങൾ തേടി അലയുന്ന കരോൾ ഗൗസി ജേർണലിസ്റ്റുകൾക്ക് ഒരു മാതൃകയാണ്. ഇനി 2 ചിത്രങ്ങളെ കൂടി പരിചയപ്പെടാം. 2026 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹത നേടിയില്ലെങ്കിലും അവസാന റൗണ്ട് വരെ എത്തിയ 2 ചിത്രങ്ങൾ. ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ വിതരണം ചെയ്യാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന ട്രക്കിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന പാലസ്തീനികളുടെ ദൃശ്യം. ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ ബോംബിട്ട് കൊല്ലുക, അവശേഷിക്കുന്നവരെ പട്ടിണിക്കിട്ട് കൊല്ലുക, അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്ന് ഐക്യരാഷ്ട്രസഭ വിളിച്ചു പറഞ്ഞിട്ടും അത് അനുസ്യൂതം തുടരുക, ഇങ്ങനെയൊക്കെ നടന്ന 2025 നേർക്കാഴ്ചയാണ് ഈ ചിത്രം. EPA ഇമേജസിന്റെ ഫോട്ടോഗ്രാഫർ സാബർ ന്യൂറോൾഡിൻ ആണ് ആ ഫോട്ടോ ക്യാമറയിൽ പകർത്തിയത്. ഗ്വാട്ടിമലയിൽ നിന്നുള്ളതാണ് 3ാമത്തെ ചിത്രം.
യുദ്ധത്തിന്റെ മറവിൽ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത സൈനികർക്കെതിരെ 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം വരിച്ച സ്ത്രീകളുടെ ചിത്രം. 3 സൈനികർക്ക് 40 വർഷത്തെ തടവാണ് ലഭിച്ചത്. ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫർ വിക്ടർ ജെ ബ്ലൂ ആണ് ആ ചിത്രം ക്യാമറയിൽ പകർത്തിയത്. പത്രങ്ങൾ ദൃശ്യപരമായ ആകർഷണീയതയ്ക്ക് ഇന്ന് വലിയ പ്രാധാന്യം നൽകുന്നു. ഇതിന്റെ ഭാഗമായി അക്ഷരങ്ങളിൽ കൗതുകം സൃഷ്ടിക്കാനുള്ള താല്പര്യവും കൂടുന്നു. ഇതേക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. ഒരു കാലത്ത് മാധ്യമങ്ങൾക്ക് ഒരു വേർതിരിവുണ്ടായിരുന്നു. അച്ചടിക്കുന്നവ അച്ചടി മാധ്യമങ്ങൾ, റേഡിയോയും ടെലിവിഷൻ പോലുള്ളവ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. രണ്ടിനും രണ്ടിൻ്റെതായ രീതികളും ഉണ്ടായിരുന്നു. കാലം ചെന്നതോടെ ഇതിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അതായത് പത്രത്തിൽ പോലും ഇലക്ട്രോണിക്സിൻ്റെ അംശം കടന്നു വരാൻ തുടങ്ങി. എഴുത്തിൻ്റെ കാര്യമാണെങ്കിലും ലിപി വിന്യാസമാണെങ്കിലും അച്ചടിയാണെങ്കിലും അതുപോലുള്ള മറ്റു പല കാര്യങ്ങളിലും ഇലക്ട്രോണിക് ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കടന്നു വരാൻ തുടങ്ങിയതോടെ ഏതല്ല ഇലക്ട്രോണിക് മാധ്യമം എന്ന് ചോദ്യം വന്നു തുടങ്ങി. കുറേ കാലം കഴിഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങൾ എത്തിയപ്പോൾ ഇത് മൊത്തത്തിൽ മാറി. ഏതാണ് ഇലക്ട്രോണിക് അല്ലാത്തതെന്നത് വളരെ ശക്തമായി തന്നെ പലരും ചോദിച്ചു തുടങ്ങി. ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞു വരുമ്പോൾ ടെലിവിഷനേക്കാൾ കൂടുതൽ ഇലക്ട്രോണിക് ആണല്ലോ എന്ന് പലരും പറയാറുണ്ട്. ഇങ്ങനെ വേർതിരിവുകളൊക്കെ മാറി മാധ്യമങ്ങളെല്ലാം ഏതാണ്ട് ഒരേ ശൈലിയിൽ വരുന്ന ഒരു കാലം. ഇതുപോലെയാണ് അച്ചടി മാധ്യമവും ദൃശ്യമാധ്യമവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരുപാട് കാലങ്ങളിൽ രണ്ടും രണ്ട് തന്നെയാണ് എന്ന മട്ടിൽ നമ്മൾ നടന്നു. ടെലിവിഷൻ പ്രചാരം കൂടിയപ്പോൾ, എല്ലാവരും ടെലിവിഷൻ കാണാൻ തുടങ്ങിയപ്പോൾ പത്രങ്ങൾക്കൊരു തോന്നൽ, നമ്മുടെ ലേഔട്ടിലും മാറ്റം വരണ്ടേ? മാറ്റം വന്നു. വന്നതെങ്ങനെയാണ്? പല പത്രങ്ങളിലെയും ഒന്നാം പേജ് ഏതാണ്ട് ടെലിവിഷൻ സ്ക്രീൻ പോലെ വർണ്ണാഭമായി തുടങ്ങി. ഓൺലൈൻ മാധ്യമങ്ങൾ കൂടുതലായി വന്നു തുടങ്ങിയപ്പോൾ പല പത്രങ്ങളുടെയും ഒന്നാം പേജ് കണ്ടാൽ ഒരു വെബ് പേജ് പോലെ തോന്നുന്ന ഒരു രീതി ഉണ്ടായി. ശ്രാവ്യമാധ്യമമായി തന്നെ തുടങ്ങിയ പോഡ്കാസ്റ്റ് ഇന്ന് പലർക്കും ദൃശ്യമാധ്യമം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പത്രം പോലും വിഷ്വൽ മാധ്യമമായിട്ട് മാറുന്ന കാഴ്ച ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട്. വായനയിലും ദൃശ്യത്തിൻ്റെ അനുഭവം നന്നായി വരണമെന്ന ഒരു താല്പര്യമുള്ളതുകൊണ്ടാവാം അച്ചടിയുടെ കാര്യത്തിലേക്ക് ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞു. ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള എഴുത്തും ലിപിവിന്യാസവും നിറവുമൊക്കെയായി പത്രങ്ങളിലൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 മഷിയിൽ അച്ചടിക്കുന്ന രീതി പതിവായത്. ഒരർത്ഥം ഒന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി 2 മഷി കൊണ്ട് അച്ചടിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ കൗതുകമുണ്ടാക്കാൻ വേണ്ടി 3 മഷി കൊണ്ട് അച്ചടിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല രീതികൾ പത്രങ്ങൾ കൊണ്ടുവന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒച്ചുപുരാണം എന്ന ഒരു ശീർഷകത്തോടുകൂടി ഒരു റിപ്പോർട്ട് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. ഒച്ചിനെക്കുറിച്ചാണ് ആ റിപ്പോർട്ട്. അതിൻ്റെ ശീർഷകം നോക്കുമ്പോൾ ഒച്ചുപുരാണം എന്ന് എഴുതിയിരിക്കുന്ന ഓ കണ്ടാൽ ഒച്ചിനെ പോലെ തോന്നുന്നു. കാരണം ഓയുടെ തലപ്പത്ത് ഒച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ച് ഒരു കൊമ്പും ഒക്കെ ചേർത്ത് വെച്ചിട്ട് അതിനെ ഒരു ഒച്ചു പോലെയാക്കി എടുത്തിട്ടുണ്ട്. ഓ എന്ന അക്ഷരത്തിൽ നിന്ന് ഒച്ചിനെ ഉണ്ടാക്കാമെങ്കിൽ ഓയിൽ നിന്ന് 63 ഉണ്ടാക്കാമെന്നും ഒരു പത്രം കാണിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്നതിലെ അനിശ്ചിതത്വം നീണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഒരു പത്രം ചോദിച്ചത് ഈ 63 MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്ന്. ഈ വാർത്തയ്ക്ക് അവർ നൽകിയിരുന്നത് ഒപ്പം എന്നൊരു വാക്കാണ്. അവിടെ ഓ എന്ന ഒരു അക്ഷരത്തെ 63 മാറ്റിയിട്ടുണ്ട്. ഓ എന്ന അക്ഷരത്തെ 63 എന്നൊരു സംഖ്യയാക്കി മാറ്റുന്നതിന് പിന്നിൽ ഒരു കൗശലമുണ്ടല്ലോ, ഒരു ഗ്രാഫിക് കൗശലം. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലെ പലതും വരുമായിരിക്കാം. 9 ദിവസമായിട്ടും തീരുമാനമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പത്രം കൗണ്ട് ഡൗൺ പോലെ എഴുതിയിട്ട് 3 3 3 എന്നൊരു ശീർഷകം നൽകിയിട്ടുണ്ട്. മറ്റൊരു പത്രത്തിൽ കാത്തിരിപ്പ് നമ്മുടെ വിധിയാണെന്നുള്ള മട്ടിലുള്ള ശീർഷകമാണ് വന്നത്. മാധ്യമം പത്രത്തിലാകട്ടെ അവിടെ എഴുതിയിരിക്കുന്നത് വെയിറ്റ് ആൻഡ് സി എന്നാണ്. അറ്റത്തൊരു എമ്മും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് CM എന്ന്, അത് വെയിറ്റ് ഫോർ ദ CM എന്നായിരിക്കും പറയുന്നത്. ഇതിനിടെ മറ്റൊരു പത്രത്തിൽ ഒന്നാം പേജിൽ തന്നെ പൊടി പിടിച്ച് ഭരണയന്ത്രം എന്ന് ഒരു വാർത്തയുണ്ട്. പ്രതീകാത്മകമായി ഒരു യന്ത്രത്തിൻ്റെ, ഒരു പൽചക്രത്തിൻ്റെ പടവും കൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രതീകാത്മകമായ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ചിലപ്പോൾ ഭരണയന്ത്രം എന്ന് പറയുന്നത് ഇതാണെന്ന് പലരും തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. സാക്ഷരത തെറ്റിദ്ധാരണയ്ക്ക് തടസ്സമൊന്നും ആകാറില്ല. കേരള കൗമുദിൽ തുടരും മുഖ്യമന്ത്രി ചർച്ച എന്ന് കണ്ടിരുന്നു. മുഖ്യമന്ത്രി ആരെന്നതിനെ പറ്റിയുള്ള ചർച്ചയാണെങ്കിൽ മുഖ്യമന്ത്രി ചർച്ച എന്ന് ഇരട്ടിച്ച് വേണം എഴുതേണ്ടത്. കേരളത്തിലെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു സർക്കാർ അധികാരമേറ്റതിനെ വളരെ കാര്യമായി തന്നെ നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തലൈവർ വിജയ് എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്.
ഒന്നിലേറെ പത്രങ്ങളിൽ തലേവ എന്നുള്ള നീട്ടിയുള്ളൊരു വിളിയുണ്ടായിരുന്നു. മുതൽവൻ വിജയ് എന്നും ഒരു പത്രം എഴുതി കണ്ടിരുന്നു. ത്രില്ലർ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് സത്യപ്രതിജ്ഞ എന്നായിരുന്നു ഒരു പത്രം പറഞ്ഞത്. മൂന്നിലാര് എന്ന ചോദ്യമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയത്തിൽ ആണ് പഴയൊരു ശീർഷകം ഓർമ്മ വന്നത്. അവിടെ 3 MLA-മാരെ ലഭിച്ച ഒരു കക്ഷിയുടെ നേതാവ് പറയുന്ന ഒരു കാര്യമാണ് വന്നത്. 3 മതി മൂക്ക് കയറിടാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 3 മതി മൂക്ക് കയറിടുക. കന്നുകാലികളെയൊക്കെ നിയന്ത്രിക്കാനായി അവയുടെ മൂക്കിലൂടെ വരുന്ന കയറാണ് മൂക്ക് കയർ. അതിന് മലയാളത്തിൽ എഴുതുന്നത് മൂക്കു കയർ എന്ന് തന്നെയാണ്. ചേർത്ത് ഒറ്റ വാക്കായിട്ടാണ് എഴുതുക. മൂക്ക് കയർ എന്നല്ല എഴുതുന്നത്. മൂക്ക് കയർ ഇടുന്നവർ അക്കാര്യം നോക്കിക്കൊള്ളും. പക്ഷേ എഴുതുന്നവർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഗതാഗത കുരുക്ക് എന്ന പ്രയോഗത്തിന് പകരം വഴിക്കുരുക്കായിക്കൂടെ എന്ന് പലരും ചോദിച്ചു കണ്ടിരുന്നു. ചില പത്രങ്ങൾ വഴിക്കുരുക്കെന്ന് എഴുതാറുമുണ്ട്. എങ്കിലും മിക്ക പത്രങ്ങളിലും ഇന്നും ഗതാഗത കുരുക്ക് തന്നെയാണ് തുടരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ 2 സ്ഥലങ്ങളിൽ ഗതാഗതക്കുരുക്ക് വന്നതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഗതാഗതക്കുരുക്കിൽ കുരുങ്ങി തമ്പാനൂരും കിഴക്കേക്കോട്ടയും. ഗതാഗതക്കുരുക്കെന്ന് പറയുന്നതിൽ തന്നെ കുരുക്കുണ്ട്, പിന്നെ അതിലെന്തിന് വീണ്ടും കുരുങ്ങണം? ഇവിടെ കുറേ കൂടെ നന്നായി എഴുതാൻ പറ്റുന്നത് ഗതാഗതക്കുരുക്കിൽ പെട്ട് എന്നാവാം, അല്ലെങ്കിൽ അകപ്പെട്ട് എന്നാവാം. കുരുക്കിൽ വീണ്ടും കുരുങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ഈ കുരുക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമായിരുന്നു. മാധ്യമജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.